ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് നിങ്ങളോടൊപ്പം നിങ്ങളൊരുവനായി ദൈവം സൂക്ഷിപ്പാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലും ഒക്കെ ആയി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവുമാണ് ഈ എപ്പിസോഡുകൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് പ്രേരകമായിരിക്കുന്നത്. പിന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ സഹകരണങ്ങൾ ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അനേക ഇടങ്ങളിൽ നിന്ന് അനേക ദൈവമക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവിക വിടുതലുകൾ ഈ ശുശ്രൂഷയിലൂടെ ലഭിച്ചു എന്ന് ഞങ്ങൾക്കറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അനേകരുടെ രോഗങ്ങൾ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. അനേകരുടെ ജീവിത പ്രശ്നങ്ങൾക്കൊക്കെ ദൈവം ഉത്തരമരുളി. ഈ ശുശ്രൂഷ അനേകരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞതിൽ വളരെ സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് വിളിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിപ്പാൻ സന്നദ്ധരാണ്. സ്ക്രീനിൽ നമ്പറിൽ നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങൾ നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് പ്രാർത്ഥനയാണ്. സ്തോത്രം. നാം എപ്പോഴും പ്രാർത്ഥിക്കുവാൻ തയ്യാറായിരിക്കുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഈ പകൽക്കാലത്തെ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം ആയി മാറുവാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് നിങ്ങൾ കടന്നു പ്രാർത്ഥിപ്പാൻ അവസരമുള്ളവർ വരിക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ല, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം എന്നാഗ്രഹിക്കുന്നു വിളിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ വിഷയങ്ങൾക്കൊക്കെ ഞങ്ങൾ ഉപസിച്ച് പ്രാർത്ഥിക്കും. എത്ര വിഷയമായാലും ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ തയ്യാറാണ്. നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പകൽക്കാലത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 40-ാമത് വാക്യം. 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞ് യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശു അവളോട്, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. സ്തോത്രം. ലാസർ യേശു സ്നേഹിക്കുന്ന നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു അനുഗ്രഹീതമായ വേദഭാഗമാണ് ഇന്ന് പകൽക്കാലം നാം വായിച്ചത്. ബഥാനിയയിൽ മാർത്തയുടെയും മറിയുടെയും സഹോദരനായ ലാസർ മരിച്ച് നാറ്റം വെച്ചു 4 ദിവസമായി. ലാസർ ദീനമായി കിടക്കുന്ന വിവരം യേശുവിനെ അറിയിച്ചിട്ട് യേശു വന്നില്ല. യേശുവിനെ സ്നേഹിക്കുന്ന, യേശു സ്നേഹിക്കുന്ന ഒരു വാത്സല്യ ഭവനമാണ് ബഥാനിയയിലെ മാർത്തയുടെയും മറിയുടെയും ഭവനം. സ്തോത്രം. ആ ഗ്രാമത്തെ തന്നെ അറിയപ്പെടുമാറാക്കിയ ഒരു വാത്സല്യ ഭവനം. ആരാലും അറിയപ്പെടാതെ, ആരാലും ആദരിക്കപ്പെടാതെ, ആരാലും അംഗീകരിക്കപ്പെടാതെ സ്തോത്രം ഇരുന്ന ഒരു ഭവനത്തെ ആ പ്രദേശത്തെ, ആ ഗ്രാമത്തിലെ അതിപ്രധാനമായ ഒരു ഭവനമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ, പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം, ആരും നിന്നെ അറിയുവാനില്ലാതെ, ആരും നിന്നെ മനസ്സിലാക്കുവാനില്ലാതെ, ആരാലും ആദരിക്കപ്പെടുവാൻ കഴിയാതെ, എല്ലാവരാലും ഒറ്റപ്പെട്ടവരായി, തള്ളപ്പെട്ടവരായി, വെറുക്കപ്പെട്ടവരായി ഇന്ന് പകൽക്കാലം നീ ആയിരിക്കുന്നുവെങ്കിൽ, ആമേൻ, ദൈവം പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആമേൻ, ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം. പലപ്പോഴും ദൈവധൈര്യം നിന്നെ സ്നേഹിക്കാഞ്ഞിട്ടല്ല, നീ സ്നേഹിക്കാഞ്ഞിട്ടല്ല ദൈവം നിന്റെ പ്രശ്നങ്ങളെ കണ്ടു മാറി നിൽക്കുന്നത്. പലപ്പോഴും നിന്റെ പ്രശ്നങ്ങൾ അതികഠിനമായി നിന്റെ ജീവിതത്തിന് നേരെ വരുമ്പോൾ നീ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ സംഭവങ്ങൾ
നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പലപ്പോഴും നീ ചിന്തിക്കുന്നത്, ദൈവം എന്നെ അറിയുന്നില്ലേ, ദൈവം എന്നെ മനസ്സിലാക്കുന്നില്ലേ, ദൈവം എന്നെ കാണുന്നില്ലേ, ദൈവം എന്റെ അവസ്ഥ അറിയുന്നില്ലേ, ഞാൻ എന്തിനു വേണ്ടി ദൈവത്തെ ഇനി വിളിക്കണം, ഞാൻ എന്തിന് എന്റെ ദൈവത്തെ ഇങ്ങനെ സ്നേഹിച്ചു, ഞാൻ എന്തിന് എന്റെ ദൈവത്തെ ഇങ്ങനെ മാനിച്ചു, അല്ലല്ലോ ഞാൻ ഇതെല്ലാം അനുഭവിപ്പാനാണോ എന്ന് പലപ്പോഴും ഞാനും നീയും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇന്ന് പലക്കൽ നീ ചിന്തകളെ, നിന്റെ വിചാരങ്ങളെ ഹല്ലേലൂയ സ്തോത്രം അല്ലെ അപ്രതീക്ഷിതമാക്കിക്കൊണ്ട്, അവിശ്വസനീയമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഗ്ലോറി ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ, ഈ നാളുകൾ നീ അനുഭവിക്കുന്ന വേദനകൾ, നീ അനുഭവിക്കുന്ന യാതനകൾ, നീ അനുഭവിക്കുന്ന പരിഹാസങ്ങൾ, നീ അനുഭവിക്കുന്ന ദണ്ഡനങ്ങൾ, നീ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, നീ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഗ്ലോറി ഹല്ലേലൂയ, എന്റെ ദൈവം അറിയാതല്ല. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് എന്റെ ദൈവം തന്റെ മറുപടി അമാന്തിപ്പിക്കുന്നത് ചോദിച്ചാൽ, ദൈവത്തിന്റെ അതിമഹത്വമായ മഹത്വം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുവാൻ, നിന്റെ ദേശത്ത് എന്റെ ദൈവത്തിന് ഉയർത്തുവാൻ പദ്ധതിയുണ്ട്, നിന്റെ ദേശത്ത് എന്റെ ദൈവത്തിന് മാനിപ്പാൻ പദ്ധതിയുണ്ട്. ആരാലും അവഗണിക്കപ്പെട്ട, എല്ലാവരാലും തള്ളപ്പെട്ട, എല്ലാവരാലും ഒറ്റപ്പെട്ട, ഒരു മനുഷ്യരാലും സ്നേഹിക്കപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ നീ ആയിരിക്കുന്നുവെങ്കിൽ, ഗ്ലോറി ഹല്ലേലൂയ, നിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, നിന്നെ മാനിപ്പാൻ ദൈവത്തിന്റെ മഹത്വം നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിൽ വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. പലപ്പോഴും നീ വിചാരിക്കുന്നത്, എൻ്റെ വേദന കണ്ടിട്ട്, എൻ്റെ ദുഃഖങ്ങൾ കണ്ടിട്ട്, എൻ്റെ സങ്കടങ്ങൾ കണ്ടിട്ട്, ഹല്ലേലൂയ, എൻ്റെ ഭാരങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ ദൈവം എന്നെ വിട്ടകന്നിരിക്കുന്നു. ഇല്ല ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ മഹത്വം എപ്പോൾ നീ വിശ്വസിച്ചാൽ, യേശു മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായപ്പോൾ അവരുടെ എല്ലാ സങ്കല്പങ്ങളും, യഹൂദന്മാരുടെ എല്ലാ സങ്കല്പങ്ങളും ഹല്ലേലൂയ പരാജയപ്പെട്ടപ്പോൾ, യഹൂദ അതേ സ്തോത്രം കരുടെ ഇടയിൽ 3 ദിവസം കഴിയുമ്പോൾ മരിച്ച യഹൂദന്റെ ആത്മാവ് ഹല്ലേലൂയ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസത്തെ പോലും മാറ്റിക്കൊണ്ട് 4-ാം ദിവസം മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായപ്പോൾ യേശു ആ ഭവനത്തിലേക്ക് കടന്നു വരികയാ. ദൈവത്തിന് സ്തോത്രം. കടന്നു വന്ന് യേശു അല്ലെ സ്തോത്രം മാർത്തയോട് ചോദിച്ചു, അവനെ വെച്ചിരിക്കുന്നത് എവിടെയാണ്? അവൾ പറയുകയാണ്, അവനെ വെച്ചു, അവൻ മരിച്ചു, 4 ദിവസമായി നാറ്റം വെച്ചെന്ന്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, നിന്റെ ഭവനത്തിൽ കടന്നു വന്നിരിക്കുന്നവൻ ആരാ? ഇന്ന് പകൽക്കാലം നിന്നോട് സംസാരിക്കുന്നവൻ ആരാ? നിന്റെ പ്രശ്നങ്ങളെ, നാറ്റം വെച്ച പ്രശ്നങ്ങളെ, നിനക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളെ, നിനക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിയാത്ത പ്രശ്നങ്ങളെ, നാളുകളായി നീ ഹല്ലേലൂയ ഭാരപ്പെട്ടുകൊണ്ട്, നാളുകളായി അശ്രാന്ത പരിശ്രമം നടത്തിയിട്ട് നിനക്ക് ഹല്ലേലൂയ പരിഹാരം കാണുവാൻ കഴിയാതെ, നിനക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിയാതെ, നിനക്ക് പരിഹരിക്കുവാൻ കഴിയാതെ നാറ്റം വെച്ച് ഇനിയും പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന നിന്റെ ജീവിത പ്രശ്നത്തിന് ഉത്തരം തരുവാൻ, അതിന് പരിഹാരം തരുവാൻ കഴിയുന്നവനായ ദൈവം ഇന്ന് പകൽക്കാലം ഭവനത്തിന്റെ അകത്തളത്തിൽ വിശ്വസിക്കുക ദൈവദാസനെ, വിശ്വസിക്കുന്ന ദൈവ പൈതലേ, വിശ്വസിക്കുന്ന സഹോദരി മാതാവേ, ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. നിന്റെ ഹൃദയത്തിൽ നീ എത്ര ആഗ്രഹിച്ചിട്ടും, എത്ര ശ്രമിച്ചിട്ടും, എത്ര പ്രവർത്തിച്ചിട്ടും നിനക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിയാതെ, പരിഹരിക്കുവാൻ കഴിയാതെ, പരിഹാരം കാണുവാൻ കഴിയാതെ, ഉത്തരം കാണുവാൻ കഴിയാതെ, വിടുതൽ പ്രാപിപ്പാൻ കഴിയാതെ പല പരിശ്രമങ്ങൾ നടത്തിയിട്ടും ഹല്ലേലൂയ നീ ആഗ്രഹിക്കുന്ന അളവിലേക്ക് എത്തുവാൻ കഴിയാതെ നാറ്റം ഭവിക്കുന്ന പ്രതീക്ഷകൾ അസ്തമിച്ച് ഇന്ന് പകൽക്കാലം നിരാശപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ വിടുതൽ തരുവാൻ കഴിയുന്ന വിശ്വസിക്കുക. നിന്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ ഇന്ന് പകൽക്കാലം നിന്നോട് സംസാരിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. മാർത്ത പറയുക, നാറ്റം വെച്ചു. ഇല്ല സഹോദരി, ഹല്ലേലൂയ, ഇല്ല മാതാവേ, നിന്റെ പ്രശ്നം എത്ര പരിഹരിക്കുവാൻ കഴിയാതെ, ഇന്ന് പകൽക്കാലം നീ എത്ര ശ്രമിച്ചിട്ടും പരിഹാരം കാണുവാൻ, പരിഹരിക്കുവാൻ കഴിയാതെ, ഉത്തരം കണ്ടെത്തുവാൻ കഴിയാതെ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ രക്തം യേശുവിൻ നാമത്തിൽ ഒരു വലിയ ദൈവ നിയോഗം, ഒരു വലിയ ദൈവാത്മാവിന്റെ നിയോഗം എന്നിൽ മേൽ ദൈവാത്മാവ് ഹല്ലേലൂയ അയച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, നീ പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്ക്, നീ പ്രതീക്ഷിക്കാത്ത മണ്ഡലങ്ങളിലേക്ക് നിന്റെ ജീവിതാനുഭവങ്ങളെ, നിന്റെ തലമുറ അവസ്ഥകളെ, നിന്റെ കുടുംബാന്തരീക്ഷത്തെ മാറ്റിമറിക്കുവാൻ
സർവശക്തനായ ദൈവം ഇതാ ഇറങ്ങി വന്നിരിക്കുകയാ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം പലപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് അത് വെളിപ്പെടുത്തുവാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം പറയാ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം. എടാ, ആരാ നിന്നോട് സംസാരിക്കുന്നത്? നിന്റെ ഭവനത്തിൽ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നവൻ ആരാ? ആമേൻ. നിന്റെ സകല പ്രശ്നങ്ങളെയും അറിയുന്നവൻ. ആമേൻ. നിന്റെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരം തരുവാൻ കഴിയുന്നവൻ. ഹല്ലേലൂയ. നിന്നെ സഹായിപ്പാൻ കഴിയുന്നവൻ, നിന്നെ ഉയർത്തുവാൻ കഴിയുന്നവൻ, നിന്നെ മാനിപ്പാൻ കഴിയുന്നവൻ, ദേശത്ത് നിന്നെ ആദരിപ്പാൻ കഴിയുന്നവൻ. നീ എവിടെ തള്ളപ്പെട്ടോ, നീ എവിടെ ഒറ്റപ്പെട്ടോ, നീ എവിടെ തകർച്ച പ്രാപിച്ചിരിക്കുന്നുവോ അവിടെ നിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ. ആമേൻ. നീ എവിടെ അപമാനിക്കപ്പെട്ടോ, ഹാലലി, നിനക്ക് എവിടെ വിരോധികൾ എഴുന്നേറ്റോ അവിടെ തന്നെ നിന്നെ മാനിപ്പാൻ കഴിയുന്ന യേശുവിൻ നാമത്തിൽ ഇന്ന് പൽക്കാലം വിശ്വസിക്കുക. ദൈവത്തിന്റെ മഹത്വം അപമാനിക്കപ്പെട്ടുകൊണ്ട്, തള്ളപ്പെട്ട അനുഭവം, ഒറ്റപ്പെട്ട അനുഭവത്തിൽ, വേദനിക്കുന്ന അനുഭവത്തിൽ, നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഒരു പ്രൊമോഷൻ ലഭിക്കാതെ, നിന്റെ ജോലിക്ക് ഉയർച്ച പ്രാപിപ്പാൻ കഴിയാതെ, നിന്റെ കുഞ്ഞിന്റെ ഭാവി അതേ സ്തോത്രം ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയാതെ അതിനെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിനെതിരായി നിൽക്കുന്ന ചില ദുഷ്ടവ്യാപാരങ്ങളുടെ മേൽ, ചില ദുഷ്ടശക്തിയുടെ മേൽ യഹോവയുടെ കരം ഈ പകൽക്കാലം ഇറങ്ങി വരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ, യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ചില ദൈവ പ്രവർത്തികൾ വിശ്വസിച്ച ദൈവ സഹോദര, വിശ്വസിച്ച മാതാവേ, സഹോദരി, ചില ദൈവ പ്രവർത്തികൾ നിന്റെ തലമുറയിൽ, നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാൻ പോകുകയാ. വിശ്വസിക്കുക. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടാതെ പോകുന്നത്? ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എബ്രായ ലേഖനം അതിന്റെ 3-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവത്തിന്റെ മഹത്വം നമ്മൾ വെളിപ്പെടാതെ പോകുന്നത് സ്തോത്രം അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, നമ്മുടെ അവിശ്വാസം നിമിത്തം, നമ്മുടെ ദുഷ്ടഹൃദയം നിമിത്തം പലപ്പോഴും ദൈവത്തിന്റെ മഹത്വം നമ്മൾ വെളിപ്പെടുവാൻ കഴിയാതെ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം ദൈവം എനിക്ക് നിനക്ക് കാണുവാൻ കഴിയാതെ പോകുന്നു? നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ ദൈവത്തിന്റെ മഹത്വം എന്തുകൊണ്ട് വെളിപ്പെടുന്നില്ല? എന്തുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയാതെ പോകുന്നു? നമ്മുടെ അവിശ്വാസമുള്ള ഹൃദയം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മളിൽ നിന്ന് മാറിപ്പോകട്ടെ നിന്റെ അവിശ്വാസത്തിന്റെ ഹൃദയം, നിന്റെ ദുഷ്ടഹൃദയം. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ദുഷ്ടത പുലർത്തുന്ന, മറ്റുള്ളവരുടെ വൈരാഗ്യം പുലർത്തുന്ന, മറ്റുള്ളവരുടെ അസൂയ പുറപ്പെടുന്ന, മറ്റുള്ളവരുടെ പ്രതികാര ചിന്ത നടത്തുന്ന നിന്റെ ആ ദുഷ്ടഹൃദയത്തിന്റെ അവസ്ഥയൊന്ന് മാറിപ്പോകട്ടെ. എല്ലാവരെയും സ്നേഹിക്കുവാൻ കഴിയുന്ന, എല്ലാവരെയും ബഹുമാനിക്കുവാൻ കഴിയുന്ന, എല്ലാവരെയും ആദരിക്കുവാൻ കഴിയുന്ന, മറ്റുള്ളവർ സഹതാപം തോന്നുവാൻ കഴിയുന്ന, മറ്റുള്ളവരെ സഹായിപ്പാൻ കഴിയുന്ന, നിന്നെപ്പോലെ ദുരിതം അനുഭവിക്കുന്ന, നിന്നെപ്പോലെ വേദന അനുഭവിക്കുന്നവരെ അവരോട് സഹതാപം കാണിക്കുവാൻ, അവരെ സഹായിപ്പാൻ, അവരോട് വെറുപ്പ് കൂടാതെ, അവരോട് പക കൂടാതെ, അവരുടെ അസൂയ കൂടാതെ, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ, അവരുടെ നന്മയിൽ പ്രൈസ് ദി ലോർഡ് നാം സന്തോഷിക്കുക. ആമേൻ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നിന്നെ അനുഗ്രഹിക്കുന്നവനെ, ആമേൻ, ഞാൻ അനുഗ്രഹിക്കും. മറ്റുള്ള നന്മയെ കാണുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിന്റെ പൈതലെ, നിന്നെ ശപിക്കുന്നവരെ നീ ശപിക്കാതെ, ആമേൻ, നിന്നെ ദ്രോഹിക്കുന്നവരോട് നീ ദ്രോഹം ചെയ്യാതെ, നിന്നെ പകയ്ക്കുന്നവരെ നീ പകയ്ക്കാതെ, ദൈവത്തിന് സ്തോത്രം. നിന്റെ അവിശ്വാസമുള്ള ഹൃദയം നിമിത്തം ഇന്ന് പകൽക്കാലം ഒരു നിർമ്മല ഹൃദയത്തിന്റെ, ഒരു ശുദ്ധ ഹൃദയത്തിന്റെ അനുഭവത്തിലേക്ക് നിന്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിച്ച്, നിന്റെ ഹൃദയത്തെ ഒന്ന് നിർമ്മലീകരിച്ച്, നിന്റെ അവിശ്വാസമുള്ള ഹൃദയത്തില് ഇന്ന് പകൽക്കാലം ഒരു ഹല്ലേലൂയ വിട പറഞ്ഞുകൊണ്ട് ഒരു നല്ല മനസ്സാക്ഷിയുള്ള ഹൃദയത്തെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതല് നിനക്ക് സ്വീകരിപ്പാൻ കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം പലപ്പോഴും നമ്മുടെ എന്റെയും നിന്റെയും ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാതെ പോകുന്നത് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളിൽ ഉള്ളത് കൊണ്ടാണെന്നുള്ള വസ്തുത ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. മാർത്തയോട് യേശു കർത്താവ് പറയാണെന്ന് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം, നിന്റെ ജീവിതം എത്ര പരിതാപകരമായാലും, എത്ര ഹല്ലേലൂയ സ്തോത്രം ദുഃഖകരമായാലും, എത്ര നിരാശനകമായാലും, അതിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നാൽ
അത് ശ്രേഷ്ഠമായിരിക്കും, അത് ഉന്നതമായിരിക്കും, അത് മഹത്വപൂർണമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അത് വെളിപ്പെടാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ ഹൃദയം നിമിത്തമാ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, അല്ല ദുഷ്ടതയുള്ള ഹൃദയത്തോട് ഇന്ന് പകൽക്കാലം പൂർണ്ണമായി ഒന്ന് വിട പറഞ്ഞ, അതിനോട് ഗുഡ് ബൈ പറഞ്ഞ ഒരു നല്ല ഹൃദയത്തെ, ആ ഒരു നിർമ്മല ഹൃദയത്തെ, ഒരു നല്ല മനസ്സാക്ഷിയുടെ ഉടമയായി ഇന്ന് പകൽക്കാലം ദൈവത്തോടും മനുഷ്യരോടും ഹല്ലേലൂയ നല്ല മനസ്സാക്ഷി പുലർത്തുവാൻ ദൈവത്തിൻ്റെ പൈതലെ നിനക്ക് കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം, മറ്റുള്ള നന്മയിൽ, അവരുടെ ഉയർച്ചയിൽ ഹല്ലേലൂയ നീ അസൂയ അത് പുലർത്താതെ അവരെ അനുഗ്രഹിപ്പാൻ, അവർക്ക് നല്ലതെന്ന് പറയുവാൻ, അവരെ ഒന്ന് മാനിപ്പാൻ, അവരെ ഒന്ന് സ്നേഹിപ്പാൻ, അവരെ ഒന്ന് ബഹുമാനിപ്പാൻ ദൈവത്തിന് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ഇന്ന് പകൽക്കാലം എന്തുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാതെ പോകുന്നു? നമ്മുടെ അവിശ്വാസമുള്ള ഹൃദയം. രണ്ടാമത് നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. 17-20 വാക്യം അവിടെ വായിച്ചാട്ടെ. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാക്കുകയുമില്ല. ദൈവം പറയുക, ദൈവം ചെയ്തൊരു അത്ഭുത പ്രവൃത്തി കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് വിശ്വസിക്കുവാൻ കഴിയത്തില്ല. അത്തിയെ തലേ ദിവസം ശപിച്ചവൻ പിറ്റേ ദിവസം വരുമ്പോൾ അത് ഉണങ്ങിയിരിക്കുന്ന കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് അത്ഭുതം തോന്നി. തലേ ദിവസം ഫലം അന്വേഷിച്ചിട്ട് യേശു കർത്താവ് അത്തിയിൽ ഫലം കാണാതിരുന്നപ്പോൾ അതിനെ ശപിച്ചു. പിറ്റേ ദിവസം കർത്താവ് ശിഷ്യന്മാരുമായി വരുമ്പോൾ ആ അത്തി ഉണങ്ങി നിൽക്കുന്നു. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് ആശ്ചര്യവും അത്ഭുതവും തോന്നി. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ആശ്ചര്യപ്പെടുന്നത്? നിങ്ങളിലും ഈ കാര്യം നടക്കും, നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യുവാൻ കഴിയും. പക്ഷെ നിങ്ങൾക്ക് ഇത് നടക്കാതെ പോകുന്ന ദൈവത്തിന്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടാൻ കഴിയാതെ പോകുന്നത് നിങ്ങളുടെ അല്പവിശ്വാസമാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോട് നീങ്ങിപ്പോയി കടലിൽ വീഴുവാൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, യേശു കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ദൈവത്തിൽ പൈതലേ, അവിശ്വാസമുള്ള ഹൃദയത്തെ വിട്ട്, അല്പവിശ്വാസം വിട്ട് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകുന്ന ദൈവ പൈതലേ, നീ അല്പവിശ്വാസം വിട്ട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവിൽ ഈ ദൈവത്തിൽ വിശ്വസിക്കുവാൻ ഇന്ന് പകൽക്കാലം നീ തയ്യാറായാൽ, സാങ്കല്പിക വിശ്വാസമെല്ലാം വിട്ട് യേശു കർത്താവ് ദൈവം, അവൻ മാത്രം ദൈവം. ആമേൻ. ഹല്ലേലൂയ. ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. അഖിലാണ്ടത്തിന്റെ ഉടയവൻ. ആമേൻ. സ്വർഗത്തിലും ഭൂമിയിലും അതോ ലോകത്തിനും അധിപതിയായവൻ. ഹല്ലേലൂയ. നിത്യജീവന്റെ ഹല്ലേലൂയവൻ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവാകയാൽ യേശുവിൽ വിശ്വസിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, നീ അവിശ്വാസം വിട്ട, അല്പവിശ്വാസം വിട്ട യേശുവിൽ വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് പറയുന്നത്, ആമേൻ, നിങ്ങൾക്കെല്ലാം സാധ്യമാ. അസാധ്യമെന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഇല്ല. ആമേൻ. നിന്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് നീ കരുതുന്ന, അസാധ്യമെന്ന് നീ ചിന്തിക്കുന്ന അതേ കാര്യങ്ങൾ, അതേ സ്തോത്രം, സാധ്യമാക്കി തരുവാൻ കഴിയുന്ന ദൈവം, ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി നിന്നെ മാനിപ്പാൻ കഴിയുന്ന ഒരു ദൈവം, നീ സ്നേഹിക്കുന്ന, നീ സേവിക്കുന്ന ദൈവമാ. ഈ ദൈവത്തിൽ ഉള്ള അല്പവിശ്വാസം കഴിഞ്ഞിട്ട് നീ പൂർണ്ണമായ ദൈവത്തിൽ വിശ്വസിച്ചാൽ, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ആത്മാവോട്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പൈതലെ പൂർണ്ണ ശക്തിയോട് ഈ ദൈവത്തെ നിനക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ദൈവം പറയുക, അത് നിങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. മലകളോട് നീങ്ങിപ്പോകുവാൻ പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും. യെസ്,
വിശ്വസിക്കുക, നിന്റെ മുൻപിലുള്ള മല പോലുള്ള പ്രശ്നങ്ങൾ ഇന്ന് പലക്കാലം മാറിപ്പോകുവാൻ, ദൈവത്തിൻ്റെ മഹത്വം നിന്റെ കുടുംബത്തിൻ്റെ അകത്തളത്തിൽ അത് വെളിപ്പെട്ട് വരുവാൻ, ഭാവിയോർത്ത് ഭാരപ്പെടും ദൈവ പൈതലേ, തലമുറയോർത്ത് ഭാരപ്പെടും ദൈവത്തിൻ്റെ പൈതലേ, കടഭാര നിമിത്ത, രോഗനിമിത്തം, ആത്മഹത്യയെ അതെ ചിന്തിച്ചുകൊണ്ട് ആത്മഹത്യ പരിഹാരമെന്ന അല്ല കരുതിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പലക്കാലം നിന്നെ ദൈവാത്മാവ് കാണുന്നു, നിന്റെ പ്രശ്നം ദൈവാത്മാവ് കാണുന്നു. ആത്മഹത്യ ചിന്തിച്ചുകൊണ്ട് കടഭാരം പേർക്കൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ വ്യാകുലപ്പെട്ടുകൊണ്ട് ഒരു ജോലിക്കായി, വിസയ്ക്കായി, ഒരു പ്രമോഷനായി എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ അധ്വാനിച്ചിട്ട് അസാധ്യമായി നീ ഭാരപ്പെടുന്ന ജീവിത വിഷയത്തിന് മേൽ ഇന്ന് പലക്കാലം മറുപടി തരുവാൻ, ഉത്തരം തരുവാൻ കഴിയുന്നൊരു കർത്താവ്. ഗ്ലോറി ഹല്ലേലൂയ. ഇന്ന് പലക്കാലം നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. 78-ാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, മരുഭൂമിയിൽ ദൈവത്തിന് മേശ ഒരുക്കുവാൻ കഴിയുമോ? അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു, മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറയടിച്ച് വെള്ളം പുറപ്പെടുവിച്ച് സത്യം സപ്പം കൂടി വരുത്തി തരുവാൻ കഴിയുമോ? കഴിഞ്ഞകാല ജീവിതങ്ങളുടെയോ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചത് കണ്ടിട്ടും ഇപ്പോഴും ദൈവത്തെ പരിമിതപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തിന് അതേ സ്തോത്ര പരിമിതമായ സ്ഥാനം കൊടുത്തുകൊണ്ട്, ചില പരിമിതിക്കുള്ളിൽ ദൈവത്തെ നിർത്തിക്കൊണ്ട്, ഹല്ലേലൂയ, ആയിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ പരിമിതിക്കപ്പുറമായി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്നൊരു ദൈവം നിന്റെ ദൈവമാണ്. ഇന്ന് പലക്കാലം ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയുമോ? വിശ്വസിച്ചാൽ അവിശ്വാസമുള്ള ഹൃദയം മാറിപ്പോകട്ടെ, ദുഷ്ടഹൃദയം മാറിപ്പോകട്ടെ, അല്പവിശ്വാസം മാറിപ്പോകട്ടെ. നമ്മുടെ പരിമിതികൾ ഇന്ന് പലക്കാലം നമുക്കൊന്ന് മാറ്റിവെക്കാം. ദൈവത്തെ പരിമിതിക്കുള്ളിൽ നിർത്തിക്കൊണ്ട്, നിന്റെ പരിമിതിക്കുള്ളിൽ നിർത്തിക്കൊണ്ട് ഈ ദൈവത്തെ ഹല്ലേലൂയ നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുകയില്ല. ഇന്ന് പലക്കാലം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ മഹത്വം നിന്റെ ഭവനത്തിൻ്റെ അകത്തളത്തിൽ ഇറങ്ങി വരുവാൻ പോകുക. ഹല്ലേലൂയ. നിന്നെ എല്ലാവരും തള്ളി, എല്ലാവരും വെറുത്ത്, ഇന്ന് പലക്കാലം ഹല്ലേലൂയ ആരാലും സ്നേഹിക്കപ്പെടുവാൻ കഴിയാതെ, ഹല്ലേലൂയ നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നിലൂടെ നിന്റെ ദേശം അറിയപ്പെടുവാൻ പോകുക. നിന്നിലൂടെ നിന്റെ ദേശം നിന്നെ മാനിക്കപ്പെടുവാൻ പോകുക. നീ എവിടെ തള്ളപ്പെട്ടോ, ദൈവം നിന്നെ അവിടെ ഉയർത്തിക്കൊണ്ടുവരുവാൻ പോകുക. ദൈവാത്മാവ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. ചില ദൈവ മഹത്വം ഈ ദിവസങ്ങളിൽ കുടുംബത്തിൻ്റെ അകത്തളത്തിൽ ഇറങ്ങി വരുവാൻ പോകുക. ചില ദൈവ പ്രവർത്തികൾ നിന്റെ കുടുംബത്തിൻ്റെ അകത്തളത്തിൽ ഇറങ്ങി വരുക. നിന്റെ കടഭാരങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഞാൻ ഈ കടഭാരം നിർവഹിക്കും, എങ്ങനെ ഞാൻ ഈ കടഭാരത്തിൽ നിന്ന് ഒന്ന് കരകയറും, എനിക്ക് വഴികളില്ലല്ലോ, എങ്ങനെ ഹല്ലേലൂയ ആത്മഹത്യ അല്ലാതെ മറ്റ് പരിഹാര മാർഗമില്ല എന്ന് ഇന്ന് വാലക്കാലം ചിന്തിച്ചുകൊണ്ട് ഭാരപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഗ്ലോറി ഹല്ലേലൂയ. ഞാൻ പല ട്രീറ്റ്മെന്റുകൾ നടത്തിയിട്ടും എൻ്റെ രോഗം മാറിപ്പോകുന്നില്ല എന്ന് ചിന്തിച്ച ക്യാൻസർ രോഗങ്ങളാൽ, ത്വക്ക് രോഗങ്ങളാൽ, ഹല്ലേലൂയ, വിട്ടുമാറാത്ത തലവേദനകൾ പകൽക്കാലം യേശുവിൻ നാമത്തിൽ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുക. നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ദൈവം ചില അഡ്മിഷനുകളെ ഒരുക്കുവാൻ പോകുക. അവർക്ക് ചില ജോലി സാധ്യതകളെ അത് ഒരുക്കി തരുവാൻ പോകുക. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നിന്റെ കൂടാരത്തിൻ്റെ ഉള്ളറയിൽ, നിന്റെ കുടുംബത്തിൻ്റെ ഉള്ളറയിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷ തലങ്ങളിൽ എത്ര ദൈവമക്കളെ വിശ്വസിക്കുവാൻ കഴിയും? യേശുവിൻ നാമത്തിൽ രോഗങ്ങൾ മാറിപ്പോകട്ടെ, രോഗങ്ങൾ മാറിപ്പോകട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ. ചില പൈശാശ്യ കെട്ടുപാടിൽ, ചില പൈശാശ്യ ബന്ധനങ്ങളിൽ തലമുറയെ കെട്ടിബന്ധിച്ച് അവരാഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ആയിത്തീരുവാൻ കഴിയാതെ, കുഞ്ഞുങ്ങളുടെ വിവാഹ കാര്യങ്ങൾ നടക്കുവാൻ കഴിയാതെ, വിവാഹ മണ്ഡലങ്ങളെ സ്തോത്രം തകർത്തുകൊണ്ട് പ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിയാതെ, വേണ്ട നല്ല ഉദ്യോഗം ലഭിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് യേശുവിൻ നാമത്തിൽ നിന്റെ കൂടാരത്തിന്റെ അകത്തളത്തിൽ യഹോവ ഇറങ്ങിയിട്ടുണ്ട്. അവന്റെ മഹത്വം നിന്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ വെളിപ്പെടുവാൻ പോകുക. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കർത്താവേ ജനത്തെ അനുഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ഇന്ന് പകൽക്കാലം കർത്താവ് നിന്റെ മഹത്വം ഈ കൂടാരത്തിന്റെ ഉള്ളറയിൽ, ഈ ഭവനത്തിന്റെ ഉള്ളറയിൽ, നിന്റെ ദാസിൽ കർത്താവെ വിശ്വസിക്കുന്ന നേരത്തിന്മേൽ അത് വെളിപ്പെട്ടു വരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗങ്ങൾ മാറിപ്പോകട്ടെ.
അത്ഭുത ദൈവപ്രവൃത്തി. രോഗമുള്ള ഭാഗത്ത് കരം വെച്ചാട്ടെ. അത്ഭുത ദൈവപ്രവൃത്തി കർത്താവിൻ്റെ നാമത്തിൽ. രോഗം നിന്റെ വകയാണ്, രോഗം നിന്റെയാണ്. രോഗസൗഖ്യം നിന്റെ മക്കളുടെ അവകാശം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് രോഗങ്ങൾ അഴിയട്ടെ, രോഗക്കെട്ടുകൾ അഴിയട്ടെ, രോഗബന്ധനങ്ങൾ നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി, ദൈവത്തിൻ്റെ മഹത്വം നിന്റെ മക്കളിൽ വെളിപ്പെടട്ടെ. നിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, ഈ വ്യക്തികളെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഈ ഭവനത്തിൽ വെളിപ്പെടട്ടെ. എൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വിടുതലായി തീർന്നുവെങ്കിൽ ഞങ്ങളെ അറിയിക്കുവാൻ മറക്കരുത്. ഈ കൂട്ടായ്മയെ നിങ്ങൾ സ്നേഹിക്കുക, ഇതിനെ നിങ്ങൾ മാനിക്കുക. ഓരോ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ദയവായി ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങളെ അറിയിക്കുക. ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറയും ധാരാളമായി മാനിക്കും. പ്രാർത്ഥനകൾക്ക് ആവശ്യമുള്ള ഞങ്ങളെ വിളിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിശ്ചയമായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സർവശക്തനായ ദൈവം വീണ്ടും നമ്മൾ കാണുവരെയും അടുത്ത ആഴ്ച ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ദൈവത്തിന് സ്തോത്രം.